നമ്മളെ അയ്യബസ്തായിൻ്റെ ഉപദേശവും അതുപോലെ തന്നെ ദുആയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ പോകാൻ പറ്റുള്ളൂ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഞാൻ എഴുന്നേറ്റ് കണ്ടപ്പോൾ വലിയൊരു ഉപദേശത്തിന് നിന്നതായിരിക്കും എന്നാരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അത് തിരുത്തണമെന്ന് അറിയിക്കുകയാണ്. ഞാൻ ഉപദേശത്തിന് വന്നതല്ല. കാരണം ഒന്നാമത് അതിന് അർഹതയില്ല. രണ്ടാമത്തത് ഈ മജ്‌ലിസിൽ വരുന്നവരെന്ന് പറഞ്ഞാൽ ഉപദേശം സിദ്ധിക്കാത്തവർക്ക് ആർക്കും സാലിഹീങ്ങളുടെ മജ്‌ലിസിലേക്ക് വരാൻ കഴിയില്ല. ഒരു മഹാന്റെ പേരിൽ അല്ലെങ്കിൽ അള്ളാഹു പൊരുത്തപ്പെട്ട ഒരു സാലിഹിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു മജ്‌ലിസിലേക്ക് സ്വയം ഉപദേശം സിദ്ധിച്ചവർക്ക് എത്തിപ്പെടാൻ തന്നെ കഴിയുള്ളൂ. ഇനി അഥവാ ഉപദേശം സിദ്ധിക്കാത്ത ഒരാൾ വന്നു എന്ന് സങ്കല്പിക്കുക. ആ സദസ്സിൽ ഇരുന്ന് പോകുമ്പോഴേക്ക് സ്വാഭാവികമായിട്ട് അവൻ ഉപദേശം സിദ്ധിച്ചവനായി മാറും. അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹീഹായ തിരുവചനം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇത്തരം ദിക്റിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന മജ്‌ലിസ്, ദിക്ർ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് മാത്രമാണ് ദിക്ർ എന്നൊരു തെറ്റിദ്ധാരണ ചിലർക്കൊക്കെ ഉണ്ടാകും. ലാ ഇലാഹ ഇല്ലല്ലാ ദിക്റിന്റെ രാജാവാണ്. അതിന് കീഴിൽ ഒരുപാട് ദിക്റുകളുണ്ട്. മാ യുസാബു ഖായിലുഹു, പറഞ്ഞാൽ കൂലി കിട്ടണം, അതൊക്കെ ദിക്റാണ്. ഞാനീ പറയുന്നത് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണെങ്കിൽ ഇതും ദിക്റാണ്. കാരണം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പറയുന്നതൊക്കെ ദിക്റാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ ഈ മജ്‌ലിസിനാക്കി തരട്ടെ. ആമീൻ. അപ്പൊ അത്തരം മജ്‌ലിസുകളിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങാതിരിക്കൂല. പ്രത്യേകിച്ച് ഒരു സാലിഹായ മനുഷ്യന്റെ അഡ്രസ്സിൽ മശായിഖിന്റെ പേരിൽ സിൽസിലപ്പങ്ങൾ പോലിയ, ഞാൻ വരുമ്പോൾ സിൽസിലന്റെ അവസാനം 4 ത്വരീഖിലെയും മഹാരഥന്മാരായ പടുകൂറ്റൻ മശായിഖിന്റെ അസ്മാകളാണ് ഇവിടെ ചൊല്ലിയത്. അതെന്നെ മതിയല്ലോ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം ധാരാളം ഉണ്ടാവുക. അവര് തിരിച്ച് റബ്ബിന്റെ ഹദറത്തിലെത്തുമ്പോൾ അള്ളാഹു അവരോട് ചോദിക്കും. അപ്പൊ അവർ മറുപടി പറയും, ഞങ്ങൾ ഇങ്ങനെ ഒരു സമൂഹത്തിന്റെ അരികിൽ നിന്നാണ് വരുന്നത്. അപ്പോ അള്ളാഹു പറയും, അവരെന്താ ചോദിക്കുന്നത്? അവർ അള്ളാഹുവെ നിന്നോട് നിന്റെ പൊരുത്തം, സ്വർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ പൊരുത്താണ്, അത് ചോദിക്കുന്നുണ്ട് എന്ന് പറയും. അവർ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ല, അവർ കണ്ടിട്ടില്ല. കാണാതെ തന്നെ അവർ ചോദിക്കുമ്പോൾ കണ്ടാൽ അതിനെ അവർ എത്രമാത്രം ആഗ്രഹിക്കും. അതുകൊണ്ട് ഞാൻ അവർക്ക് അത് കൊടുക്കാൻ തയ്യാറാണ്. പിന്നെ എന്താണ്? നരകത്തിൽ നിന്ന് അവർ കാവൽ ചോദിക്കും. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിദാക വൽ ജന്ന വനഊദു ബിക മിൻ സഖതിക അല്ലെങ്കിൽ മിൻ സുഖ്തിക വന്നാർ. ഈ റിദയാണ് സ്വർഗം, സുഖത്താണ് നരകം. അള്ളാഹുവിന്റെ കോപാണല്ലോ നരകം. നരകത്തിൽ നിന്ന് അവർ കാവൽ ചോദിക്കുന്നുണ്ട് എന്ന് പറയും. നരകം അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല, അവർ കണ്ടിട്ടില്ല. അപ്പൊ കണ്ടാൽ എത്രമാത്രം അവർക്ക് അതിന് ഭയമുണ്ടാകും. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് അവരെ കാത്തുരക്ഷിച്ചിരിക്കുന്നു എന്ന് പറയും. പിന്നെ അവരെന്താണ് ചോദിക്കുന്നത്? അപ്പൊ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ദുആകളൊക്കെ മലായിക്കത്ത് റബ്ബിന്റെ ഹദ്റത്തിൽ അവതരിപ്പിക്കും. അള്ളാഹു അവരെക്കാൾ നമ്മ കാണുന്നവനാണെങ്കിലും അവരെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കും. അപ്പൊ മലായിക്കത്ത് അള്ളാഹുവോട് ഒരു സംശയം പറയും. അള്ളാഹുവെ, ഞങ്ങൾ ആ സദസ്സിങ്ങനെ വീക്ഷിക്കുമ്പോൾ അതിൽ ഇടുകിച്ചേർന്ന ആളുകളുമുണ്ട്, അതല്ലാതെ അതിന്റെ ഓരം പറ്റി ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ വേണ്ടതുപോലെ അങ്ങോട്ട് അവർ ഇറങ്ങിച്ചെന്നിട്ടില്ല. അവരുടെ മനസ്സിൽ അത്ര അങ്ങോട്ട് അതിനോട് 100% ആ ഒരു താതാത്മ്യം പുലർത്തി വന്നവരും ആയിട്ടില്ല എന്ന് പറയും. അപ്പൊ അള്ളാഹു പറയും, എന്താണെങ്കിലും വേണ്ടില്ല, അവരുടെ ഓരം പറ്റി നിൽക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് പോലും അവരുടെ ഉദ്ദേശങ്ങൾ ഞാൻ സാധിപ്പിച്ചു കൊടുത്തിരിക്കും. കാരണം ഹുമുൽ ഖൗമു ലാ യശ്ഖാ ജലീസുഹും, സാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ പോലും പരാജയപ്പെടില്ലെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മോശക്കാരായിരിക്കാം, ആയിരിക്കാന്നല്ല, 101 വട്ടം ആണല്ലോ. നമ്മളൊക്കെ എന്തിനാ പറ്റുക? ഒരു ഷെയ്വും നമുക്ക് അറിയില്ല, ഒരു ഷെയ്വിനെ നമ്മളെ പറ്റൂല. കാരണം അള്ളാഹു നമ്മളെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന, നേരത്തെ ഇവിടെ പറഞ്ഞ ഇസ്തിഖാമത്ത് എന്നല്ല, അത് ഏത് തരത്തിൽ ഇസ്തിഖാമത്താണെങ്കിലും അതിനൊന്നും നമ്മളെ പറ്റൂല. നമ്മളൊന്നും അതിന് അർഹരുമല്ല. നമ്മളൊക്കെ ഇനിയിപ്പോ മുരീദന്മാർ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഹഖീഖിയായ മുരീദന്മാരല്ല, മജാസിയായ അല്ലെങ്കിൽ ലറൂറത്തിന്റെ മുരീദന്മാർ എന്ന് പറയാം. യഥാർത്ഥ ഖാദി ഇല്ലെങ്കിൽ ലറൂറത്തിന്റെ ഖാദി, യഥാർത്ഥ മുരീദ് അല്ലെങ്കിൽ ലറൂറത്തിന്റെ മുരീദ് എന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനെയാണ്. അപ്പൊ ആ കൂട്ടത്തിലൊക്കെ ചിലപ്പോ ആലങ്കാരികമായിട്ട് പെടുത്താമെന്നല്ലാതെ അതിനുള്ള അർഹതയുള്ളവരൊന്നല്ല നമ്മളാരും. അള്ളാഹു നമ്മളെയൊക്കെ മശായിഖിന്റെ ഖദമിന്റെ പറക്ക് തൂണ് നന്നാക്കി തരട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പ് ചെയ്യട്ടെ. അപ്പോ നല്ലവരല്ലെങ്കിലും നല്ലവരെ ഓരം പറ്റി നിൽക്കുന്നവരാരും പരാജയപ്പെടില്ല. അവരൊക്കെ നല്ലവരുടെ ഗണത്തിൽപ്പെടും തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നവരൊക്കെ ഉപദേശം സിദ്ധിച്ചവരാണ്, അതല്ലെങ്കിൽ ഉപദേശം സിദ്ധിക്കപ്പെടാൻ അർഹതയുള്ളവരാണ്. കാരണം അത്രയും നല്ല ഒരു മജ്‌ലിസിലാണ് നമ്മൾ വന്നിട്ടുള്ളത്.
ഇത് തന്നെ മതിയല്ലോ നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല, ഇതുപോലും സംസാരിക്കാൻ ഉദ്ദേശിച്ച് വന്നതേയില്ല. കാരണം അബ്ദുൽ ഉസ്താദിനെ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. നേരത്തെ ഹയാത്ത് കാലത്ത് തന്നെ നമ്മൾ അങ്ങനെ ജീവിച്ചതാണ്. മാത്രമല്ല അദ്ദേഹം, എൻ്റെ വാപ്പയും അദ്ദേഹം തമ്മിൽ വളരെ ബന്ധമായിരുന്നു. അവർ തമ്മിൽ ഒരുമിച്ച് ജോലി ചെയ്തതാണ്, അവർ ഒരുമിച്ച് ഓതി പഠിച്ചതാന്നൊക്കെ തോന്നുന്നു. ജോലി ഏതായാലും ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അബ്ദുൽ ഉസ്താദ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ എന്നോട് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പഴയ ഒരു ബന്ധം, അതിന്റെ അടിസ്ഥാനത്തിൽ ആ ആദരവ് കൊണ്ട് നമ്മുടെ പരിപാടിക്ക് കുട്ടികളെ എല്ലാ വർഷവും ക്ഷണിക്കും, പറ്റുമ്പോഴേക്കും വരും. ഇവിടെ വന്ന് വർക്കത്തെടുത്ത് പോകുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശമുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാനൊന്നും സംസാരിക്കുകയല്ല. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആണ് എന്നത് ഉറപ്പാണ്, സംശയമില്ല. പക്ഷെ എന്നാലും ഞാൻ ദുആയിരിക്കും, അള്ളാഹു ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ളതാക്കണേ. കാരണം എന്താണെന്നറിയാം, മഹാനായ ഇമാം ശൈഖുന അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുത്തെ താഴ്മ കൊണ്ട് അവിടുത്തെ മുരീദന്മാരോട് ഒരു തവണ ചോദിച്ചു, നിന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ കുട്ടികളെ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. ആരാണ്? അഖ്താബുൽ അർബഅത്തിൽ പ്രഥമ ഗണനീയനായ ഒരു മനുഷ്യൻ, ഗൗസുൽ ആലം, ഖുത്ബുൽ അഖ്താബ് എന്നൊക്കെ പേരുള്ള സ്ഥാനപ്പേരുള്ള സുൽത്താനുൽ ആരിഫീൻ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ ദിഫാഇ, സുൽത്താനു തവായിഫ്, മുൻജിൽ ഖായിഫ് എന്നാണ് മൗല തങ്ങൾ സിൽസിലയിൽ അഹ്മദുൽ കബീർ തങ്ങളുടെ പദവി എഴുതി. അതെന്നെ പോലെ സുൽത്താനു തവായിഫാണ്, ഔലിയാക്കളുടെ സംഘങ്ങളുടെ സുൽത്താൻ. മുൻജിൽ ഖായിഫ്, പേടിയുള്ള ആൾക്കാരെ മുഴുവനും കഴിച്ചിലാക്കുന്ന ആളാണ്. അതിനുള്ള ദറജ അള്ളാഹ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ശൈഖ് റിഫായി തങ്ങളാണ് ശിഷ്യന്മാരോട് ചോദിച്ചത്, എന്റെ അരികിൽ വല്ല ന്യൂനതകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോ ഒരു മുരീദ് എണീറ്റെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വലിയൊരു കുഴപ്പമുണ്ട്. അതെന്താന്ന് ചോദിച്ചു. അത് ഞങ്ങളൊക്കെയാണ് നിങ്ങളെ മുരീദന്മാര് എന്നൊരു കുഴപ്പമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളാ ദർജക്കൊത്തിട്ടുള്ള മുരീദന്മാർ നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ, ഞങ്ങളൊക്കെ അല്ലേ. അവരാണെങ്കിലോ വലിയ മക്കാമിലുള്ളവരാണ്. അവർ അവരുടെ താഴ്മ പറയുന്നു, ഷെയ്ഖിന്റെ താഴ്മ പറയുന്നു, മുരീദന്മാരെ താഴ്മ. നമ്മൾ യഥാർത്ഥത്തിലാ പറയണത്, നമ്മൾ അതിന് അർഹതപ്പെട്ടവരല്ല. അപ്പോ ഞങ്ങളൊക്കെ നിങ്ങളുടെ മുരീദായി എന്നുള്ള ഒരു കുഴപ്പം നിങ്ങൾക്കുള്ളൂ, വേറൊരു കുഴപ്പം നമുക്ക് കാണില്ല. അപ്പൊ അഹ്മദുൽ കബീർ തങ്ങൾ ചിരിച്ചുകൊണ്ട് അതിന് മറുപടി പറഞ്ഞു, വാഹനം നല്ലതാണെങ്കിലോ വാഹനത്തിൽ കയറുന്നവർക്കും ബേജാറില്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അഹ്മദുൽ കബീർ തങ്ങൾ നല്ല കരുത്തുറ്റ നല്ല മൈലേജ് ഉള്ള വാഹനമാണ്, അതിൽ കയറിയവർക്ക് ഒന്നുമേ പേടിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഹത്ത്. അപ്പൊ നമ്മൾ ആ വണ്ടി കയറിയവർ, അതിൽ തൂങ്ങി നിൽക്കാൻ ശ്രമിക്കുന്നവർ, അതിന്റെ പിന്നാലെ ഓടുകയെങ്കിലും ചെയ്യുന്നവർ എന്നൊരു പദവിയിൽ ഉള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് അവരൊക്കെ വർക്കത്തോടെ നമ്മളൊക്കെ കഴിച്ചിലാകും എന്നുള്ള ആ ഒരു ശുഭ പ്രതീക്ഷയാണ്. അള്ളാഹു പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കാതെ ഇഹത്തിലും പരത്തിലും നമ്മളെയൊക്കെ സലാമത്താക്കട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഉസ്താദിനെയൊക്കെ കൂടെ നമ്മിൽ നിന്ന് മരണപ്പെട്ട് പിരിഞ്ഞു പോയവരെയൊക്കെ അള്ളാഹു പരലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഇവിടെ വന്നപ്പോൾ സലാഹു പിന്നെ അലാവു പിന്നെ ഒരു ലിസ്റ്റ് തന്നത് ഒന്ന് ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തോട്ടുമുക്കവറുകൾ കുറച്ച് കഴിയും എത്താൻ. അപ്പൊ അതിന്റെ ഇടയിൽ ഈ സിൽസിലക്ക് ദുആ ചെയ്യുമ്പോൾ ഇത് ഉൾപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ അതൊന്ന് വായിച്ച് ചെറിയൊരു ദുആ നടത്തി ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. നമ്മൾ ഇന്നിവിടെ നടക്കുന്ന നേർച്ച, ബഹുമാനപ്പെട്ട അബ്ദുൽ ഉസ്താദ് വഫാത്തായതിനു ശേഷം എല്ലാ വർഷങ്ങളിലും മക്കളും കുടുംബവും ഈ പരിസരവാസികളും നാട്ടുകാരും പരിപൂർണ സഹകരണത്തോടുകൂടി വളരെ ഭംഗിയായിട്ട്, എന്തൊരു അച്ചടക്കമുള്ള മജ്ലിസാണ്. സാധാരണ നേർച്ചപ്പറമ്പുകളോ ഉറൂസിന്റെ സദസ്സുകളിലൊക്കെ ചെന്നാൽ ഭയങ്കര ബഹളങ്ങളും മറ്റൊക്കെ ഉണ്ടാവും. ഇവിടെ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നെങ്കിലേ അറിയുള്ളൂ ഇവിടെ ഇങ്ങനെ ഒരു സദസ്സുണ്ട്. കാരണം പുരുഷന്മാരൊക്കെ വളരെ അതോടുകൂടി, സഹോദരിമാരൊക്കെ മറ്റൊരിടത്ത് അതിലേറെ അച്ചടക്കത്തോടു കൂടി. എന്തൊരു ഭവ്യത, എന്തൊരു അടക്കം, എന്തൊരു ഒതുക്കം. അൽഹംദുലില്ലാഹ്. അതുതന്നെ ഈ മജ്ലിസിൽ എല്ലാവരും വളരെ കൃത്യമായി സഹകരിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. പിന്നെ ഒരുപാട് മുത്തഅല്ലിമീങ്ങളും ഒരുപാട് ആലിമീങ്ങളും സാലിഹീങ്ങളൊക്കെ ഉള്ള മജ്ലിസല്ലേ. ഈ നേർച്ച ഭക്ഷണം എല്ലാ വർഷവും വളരെ ഭംഗിയായിട്ട് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഈ വർഷവും ഭക്ഷണം തയ്യാർ ചെയ്തിട്ടുണ്ട്. ആ ഭക്ഷണ വിതരണത്തിലേക്ക് ഈ നാട്ടുകാരായ 2 സഹോദരങ്ങൾ 50 കിലോ വീതം അരി നൽകി സഹായിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ നാട്ടുകാരും ഈ അയൽവാസികളും ഇതിനോട് സഹകരിക്കുന്നു, അവരെല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, അവരുടെ സദഖ നീ സ്വീകരിക്കണേ റബ്ബേ. നിങ്ങൾ ആമീൻ പറഞ്ഞാൽ മതി, ആയിരിക്കണേ ഞാനാന്നുള്ളത് നോക്കണ്ട. നിങ്ങൾ ആമീൻ അല്ലാഹ് സ്വീകരിക്കും. അല്ലാഹുവേ, അവരുടെ സദഖ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, അതിന്റെ ബർക്കത്തോട് അവരുടെ മനസ്സിലെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ആ നൽകിയതിന്റെ ഓരോ മണി ഭക്ഷണങ്ങളുടെയും എണ്ണമനുസരിച്ച് അവരിൽ നിന്ന് മരിച്ചുപോയവരുടെ ദർജകൾ നീ ഉയർത്തണേ അല്ലാഹ്. അവരുടെ പാപങ്ങളൊക്കെ നീ വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. അത് നൽകുന്ന സമയത്ത് അവരുടെ മനസ്സിൽ വല്ല ഉദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ അല്ലാഹുവേ, അത് ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് ഈ മുഅ്മിനീങ്ങൾ മുത്തഅല്ലിമീങ്ങളൊക്കെ ആമീൻ പറയുന്നതിന്റെ ബർക്കത്തുകൊണ്ട് അത് നീ സാധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമതായിട്ട്
നേർച്ച ഭക്ഷണ വിതരണത്തിലേക്ക് പെരുന്താറ്റിരി സ്വദേശിയായ ഒരു സഹോദരൻ 50 കിലോ അരി നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മുടെ അടുത്ത നാട്ടുകാരാണെങ്കിലും അവരൊക്കെ ഇതിനോട് ഇത്രയും സഹകരിക്കുന്നു എന്നതിനുള്ള തെളിവാണത്. റഹ്മാനുറഹീമായ അല്ലാഹുവേ, അവരുടെ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ ദോഷങ്ങൾ പൊറുക്കണേ റബ്ബേ. ഞങ്ങളുടെയും അവരുടെയും ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. മശായിഖിന്റെ മദദ് ബർക്കത്ത് ഞങ്ങൾക്കും അവർക്കും നൽകണേ റബ്ബേ. അതിന്റെ മഹത്തായ പ്രതിഫലത്തെ അവരിൽ നിന്ന് മരണപ്പെട്ടവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മുൻ വർഷങ്ങളിൽ നമ്മുടെ നേർച്ചക്കൊക്കെ അറിവിന് നേതൃത്വം നൽകിയിരുന്ന ബഹുമാനപ്പെട്ട പുലക്കുഴി അബ്ദുള്ള ഹാജി എന്നവർ മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആണ്ട് തികഞ്ഞിട്ടില്ല. അതിന് മുമ്പാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ആണ്ട് നടക്കുമ്പോൾ പോത്തിനെ അറക്കാൻ നേതൃത്വം കൊടുത്ത ഹാജിയരാണ്. അവരിപ്പോ 6 അടി മണ്ണിന്റെ ചുവട്ടിലാണ്. ഈ സദസ്സിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യാന്നുള്ള നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹുവെ, അവരുടെ ആ സേവനങ്ങളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവർക്ക് നീ ഖൈറ് നൽകണേ പടച്ചോനെ. അവരുടെ ഖബർ നീ വിശാലമാക്കി നിന്റെ നൂറാനിയത്ത് കൊണ്ട് നീ നിറക്കണേ അല്ലാഹ്. മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്കും അബ്ദുള്ള ഹാജി അടക്കമുള്ള മറ്റുള്ള എല്ലാ ആളുകൾക്കും നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പ്രത്യേകം ദുആ ചെയ്യാൻ വേറെയും ഒരുപാട് ആൾക്കാർ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ മുറാദുകളും ആഗ്രഹാഭിലാഷങ്ങളൊക്കെ അള്ളാഹുവേ നിനക്കറിയാം. എല്ലാം നീ ഖൈറായ നിനക്ക് സാധിപ്പിച്ച് എന്തൊക്കെ ഷർറ് മുസീബത്തുകളെ കുറിച്ചാണോ അവർ ഭയക്കുന്നതും പേടിക്കുന്നതുമെങ്കിൽ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്കും അവർക്കും സലാമത്ത് നൽകി. ഒരുപാട് പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിലാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. പല പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും എങ്ങോട്ട് നോക്കിയാലും പ്രശ്നം. ഏത് മേഖലയിൽ നോക്കിയാലും പ്രശ്നമില്ലാത്തൊരു മേഖല ഇന്ന് നമ്മുടെ ഇന്ത്യയിലും ഇല്ല, കേരളത്തിലും ഇല്ല, മുസ്ലിങ്ങൾക്കിടയിലും ഇല്ല. ഒക്കെ ആകെ പ്രശ്നങ്ങളാണ്. അള്ളാഹുവേ, എല്ലാത്തിൽ നിന്നും ഒരു മോചനം നൽകി ഉമ്മത്തിന് ഇസ്സത്ത് നൽകണേ അള്ളാഹ്. അന്തർദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ നസാറാക്കളും യഹൂദികളും കൂടി നമ്മളെ തെരഞ്ഞു പിടിച്ച് വെടിവെച്ച് കൊല്ലുക, പൂമിട്ട് തകർക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നം വേറെ. അള്ളാഹുവേ നീ സലാമത്ത് നൽകണേ അള്ളാഹ്. ദേശീയ തലത്തിൽ നോക്കിയാൽ പള്ളികൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക പൊളിക്കാൻ വേണ്ടിയിട്ട്. അതിൽ അജ്മീർ പാപ്പാനെ ദർഗ വരെ വല്ലാത്തൊരു കുതിരത്ത് തന്നെയാണ്. തലയിൽ അല്പം വെളിവുള്ള ആൾക്കാരൊന്നും അത് ചെയ്യൂല. കാരണം ഇപ്പൊ നിങ്ങൾ പോയി നോക്കി അജ്മീർ ഷെരീഫിൽ 1000 ആളുകൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. അതിൽ 500 ആൾക്കാർ ഇതര മതസ്ഥരായിരിക്കും. അത് നുണ പറയല്ല, അവിടെ പോയ എല്ലാവർക്കും കാണാലോ. പ്രത്യേകിച്ച് സിഖ് മതവിശ്വാസികൾ വളരെയധികം ആദരവോടുകൂടി കൂട്ടം കൂട്ടമായി കുടുംബസമേതം തീർത്ഥാടനത്തിന് വരുന്നൊരു കേന്ദ്രമാണ് ഖാജപ്പാപ്പാന്റെ ഹളറത്ത് എന്ന് പറഞ്ഞാൽ അജ്മീർ ഷെരീഫ്. അത്രയും വലിയ, എല്ലാവർക്കും അവിടെ എപ്പോഴും കയറി ചെല്ലാൻ പറ്റിയ ഇത്രയും ഒരു തുറന്ന പുസ്തകമായി നിലനിൽക്കുന്ന ഒരു ദർഗാ ഷെരീഫ് ഇന്ത്യയിൽ തന്നെ ചിലപ്പോൾ വേറെ ഉണ്ടാവില്ല. അത്രയും വലിയ ജമാലിയത്തിന്റെ നിറഗുണമായ ഖാജപ്പാപ്പാന്റെ ആ ദർബാർ. സിക്കാരും മറ്റൊക്കെ വരുന്നതിനിടയിലുള്ള സിറും കാര്യങ്ങളൊക്കെ കുറെ പറയാനുണ്ട്. പക്ഷെ അത് ഞാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ടും ഇവിടെ അത് പറയേണ്ടത് ഇല്ലാത്തതുകൊണ്ടും ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കണില്ല. എല്ലാ മതക്കാർക്കും അവിടെ വന്ന അവർക്ക് സലാമത്തിൽ അത്രത്തോളം വലിയ മതമൈത്രിയുടെ കേന്ദ്രമായ അജ്മീർ ദർഗാ ഷെരീഫ് പോലും പൊളിച്ചു നീക്കണമെന്ന വളരെ ബാലിശമായ വാദഗതിയുമായിട്ട് ഇവിടെയുള്ള ഹിന്ദു സമുദായങ്ങളും അതിന് അനുകൂലമല്ല. ചെറിയൊരു ന്യൂനപക്ഷം ഹിന്ദുത്വവാദികളായ വർഗീയവാദികൾ കുറെ പള്ളികളൊക്കെ പൊളിക്കാനുള്ള തീരുമാനത്തിലാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉമ്മത്തിന് സലാമത്ത് നൽകട്ടെ, ആമീൻ. ഇസ്സത്ത് നൽകട്ടെ. അള്ളാഹുവേ, നിന്റെ കാവലല്ലാതെ ബദറിൽ മലായിക്കത്തിനെ ഇറക്കി നീ കാത്തിട്ടുണ്ടെങ്കിൽ ആ കാവല് ഞങ്ങൾക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കും പള്ളികൾക്കും എല്ലാം നീ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. അങ്ങനെ പ്രശ്നങ്ങൾ ദേശീയ തലത്തിൽ, പിന്നെ സംസ്ഥാന തലത്തിലേക്ക് ഇറങ്ങി വന്നാൽ പിന്നെ പ്രശ്നങ്ങളാണോ ചോദിക്കേണ്ട ആവശ്യമില്ല. പ്രശ്നങ്ങളേ ഉള്ളൂ. മഹല്ലുകളിൽ വരെ ഓരോ പ്രതിസന്ധികളാണ്. എല്ലാം തീരണം. മുസ്ലിങ്ങൾക്കിടയിൽ ഇസ്സത്ത് വേണം. ആലിമീങ്ങളും സാദാത്തുക്കളും ആദരിക്കപ്പെടണം. ഇവിടെ നമുക്ക് സമാധാനം വേണം. ഇവിടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് സുരക്ഷിതത്വം വേണം. ഇസ്ലാമിന്റെ ഇസ്സത്ത് ഇവിടെ നിലനിൽക്കണം. എല്ലാ മതങ്ങളും തമ്മിലുള്ള സ്നേഹവും ഐക്യവും ഇവിടെ പഴയതുപോലെ അല്ലെങ്കിൽ അതിലേറെ പുഷ്കലമായി നിലനിൽക്കണം. അള്ളാഹുവേ, അതിന് ഈ സദസ്സിലുള്ള ഞങ്ങളുടെ ദുആഇന് ഒരു കാരണമാക്കണേ അള്ളാഹ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവല് നൽകണേ റബ്ബേ. ഇവിടെ ദുആ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇപ്പോൾ കൈപൊക്കി ദുആ ചെയ്യുന്നവരുമായ സഹോദരി സഹോദരന്മാർക്ക് മുഴുവനും സകല മുറാദുകളും ഹാസിലാക്കി ഞങ്ങൾക്കും അവർക്കും ആഖിബത്ത് നന്നായി മരിക്കാനുള്ള സൗഭാഗ്യം നൽകി ഞങ്ങളുടെ മശായിഖിന്റെ കൊടിയുടെ കീഴിലായി സംഘങ്ങളായി അവസാനം വലിയ കൊടി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിക്കീഴിൽ എത്തിപ്പെടാൻ അല്ലാഹുവേ, ഇമാമിഹിം, ഓരോരുത്തരെയും അവരവരുടെ നേതാക്കളുടെ കെയർ ഓഫിലാണ് വിളിക്കുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നേതാക്കളുടെ കെയർ ഓഫിൽ അരുപറ്റി അവരെ ഓരം ചേർന്ന് നിന്നിട്ട് സലാമത്താവാനെങ്കിലും സാധുക്കളായ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ റബ്ബേ, ആമീൻ എന്ന് ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്തത് ഭക്ഷണം കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് റാത്തീബ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവര് എല്ലാവരും അതിൽ പങ്കെടുത്ത് ബർക്കത്ത് കരസ്ഥമാക്കണമെന്ന് അപേക്ഷിക്കുകയാണ്.
ചെറുതിന് പുറത്തും വന്നു. ഞങ്ങൾ പോയിട്ട് കയറുന്നുണ്ട്. ഇതായിക്കോട്ടെ.